ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശിവാനിയും രേണുകയും പോയി കഴിഞ്ഞ ശേഷം പ്രണവും ഗൗതമും പാർവതിയും നിധിയും കൂടി സംസാരിക്കുകയാണ്. അങ്ങനെ പാർവതി പറയാണ്, നമുക്ക് എത്രയും പെട്ടെന്ന് പ്രണവിൻ്റെയും ഐശ്വര്യയുടെയും വിവാഹം നടത്തണം. അതിനുള്ള കാര്യങ്ങളൊക്കെ ഗൗതമും നിധിയും ചെയ്യണം. അതിന് എന്താന്ന് വെച്ചാൽ അതൊക്കെ ചെയ്തേക്ക് എന്ന് പറയുമ്പോൾ അവർ രണ്ടും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുകയാണ് കേട്ടോ. അപ്പോൾ പാർവതി ചോദിക്കണം, എന്താ ഗൗതം, നിങ്ങളെന്താ ഒന്നും മിണ്ടാത്തത്? ഐശ്വര്യയുടെയും പ്രണവിൻ്റെയും വിവാഹം എത്രയും പെട്ടെന്ന് നടത്തണം. ഇനി ശിവാനി പ്രണവിൻ്റെ ജീവിതത്തിൽ ഉണ്ടാവരുത് എന്നൊക്കെ പറയണേ. അമ്മ ഇങ്ങനെ ടെൻഷൻ ആവാതിരിക്കുക, എല്ലാം നമുക്ക് ശരിയാക്കാം എന്ന് പറഞ്ഞ് പാർവതിയെ ഒന്ന് ആശ്വസിപ്പിക്കുകയാണ് നിധി. പിന്നീട് ശിവാനി വീട്ടിലെത്തിയ ശേഷം ഗൗതമിൻ്റെ വീട്ടിൽ പോയി ഞാൻ ഉദ്ദേശിച്ചതുപോലെ കാര്യങ്ങളൊന്നും തന്നെ വന്നില്ല. ഇതിനെല്ലാം കാരണക്കാരി ആ നിധിയാണ്. അതുകൊണ്ട് നിധിയുടെ അനിയനും അമ്മയും ഇവിടെ മനസമാധാനത്തോടു കൂടി ജീവിക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് വീട്ടിലേക്ക് കയറുന്നത്. അപ്പോൾ രേണുക പറയണേ, ശിവാനി നീ മണ്ടത്തരം കാണിക്കല്ലേ. നീ ഇപ്പോൾ നിധിയോടുള്ള ദേഷ്യം ഇവരോട് കാണിച്ചിട്ട് എന്ത് കാര്യമാണുള്ളത്? അതുകൊണ്ട് ഇനിയെങ്കിലും ഞാൻ പറയുന്നതൊന്നും നീ കേൾക്ക്. നിന്റെ ഈ ദേഷ്യവും വാശിയും ഒക്കെ മാറ്റി നീ ഇപ്പോൾ അടവ് മാറ്റി പിടിക്കേണ്ട സമയമാണ്. അല്ല എന്നുണ്ടെങ്കിൽ നിനക്ക് ഒരിക്കലും പിന്നെ പ്രണവിനെ നിനക്ക് കിട്ടില്ല. പിന്നെ ഈശ്വരമംഗലത്തേക്ക് കാലുകുത്താൻ പോലും നിനക്ക് കഴിയില്ല. അതുകൊണ്ട് അമ്മ പറയുന്നത് ഇനിയെങ്കിലും നീ അനുസരിക്ക്. നീ ഇനി അടവ് മാറ്റിപ്പിടിച്ച് സ്നേഹം നടിച്ച് ആ വീട്ടിൽ കയറിപ്പറ്റാൻ വേണ്ടി ശ്രമിക്ക്. പ്രണവിനെ കണ്ട് ഇതുവരെ ചെയ്തതിനെല്ലാം മാപ്പ് ചോദിച്ചതുപോലെ അവനോട് സംസാരിക്കണം. എന്നിട്ട് പ്രണവിൻ്റെ മനസ്സ് മാറ്റിയെടുക്കണം. എന്നിട്ട് നീ ആ വീട്ടിലേക്ക് വീണ്ടും കയറണം. അതാണ് നീ ഇനി ചെയ്യേണ്ടത് എന്ന് പറയുമ്പോൾ ശിവാനി പറയണേ, നിങ്ങൾ എന്നെ ഉപദേശിക്കേണ്ട, എനിക്കറിയാം എന്ത് വേണം എന്നുള്ളത്. ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് ചില കാര്യങ്ങളൊക്കെ. പണമാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ടുള്ളത്. ആ പണമാണ് എനിക്കിവിടെ കിട്ടാത്തതും. ആ പണം കിട്ടാൻ വേണ്ടി ഞാൻ പ്രണവിനോടും വസുന്ധരയോടും CKCയോടും ഒക്കെ ചോദിച്ചിട്ടും എനിക്ക് ആരും ആ പണം തന്നില്ല. എനിക്ക് പണമുണ്ടെങ്കിൽ, എൻ്റെ കയ്യിൽ പണമുണ്ടെങ്കിൽ എനിക്ക് നിധിയെ ഒരു വഴിക്കാക്കാനുള്ള വഴി എൻ്റെ മനസ്സിലുണ്ട്. അതാണ് ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത്. നിധി എന്നെക്കാളും വിജയിച്ച് അവൾ സന്തോഷത്തോടു കൂടി അവിടെ ജീവിക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്നും പറഞ്ഞ് അകത്തേക്ക് പോകുമ്പോൾ രേണുക പറയണേ, എടി ശിവാനി, നീ ഒന്ന് പറയുന്നത് കേൾക്ക്. നീ നിധിയെ തകർക്കാൻ വേണ്ടി നോക്കിയിട്ട് ഇതുവരെയും ഒന്നും നടന്നില്ലല്ലോ. നീ നിധിയെ ഓരോന്ന് ചെയ്യാൻ വേണ്ടി ഓരോന്നും പ്ലാൻ ചെയ്യും. പക്ഷേ നിധിയാണെങ്കിലോ അതെല്ലാം മുൻകൂട്ടി മനസ്സിലാക്കി അതിനുള്ള തടയുമിടും. അതുകൊണ്ട് ഇനിയെങ്കിലും ഈ അമ്മ പറയുന്നത് പോലെ ചെയ്യാൻ നോക്ക് എന്ന് പറയുമ്പോഴും ശിവാനി അതൊന്നും കേൾക്കാൻ കൂട്ടാക്കുന്നില്ല. പിന്നീട് നിധിയും ഗൗതമും കൂടി കാറിൽ വരികയാണ്. അപ്പോൾ CKCയുടെ മുന്നിലേക്കാണ് അവർ വരുന്നത്. അങ്ങനെ CKC കാറിൽ വരികയാണ്. CKCയുടെ കാറിൻ്റെ ഫ്രണ്ടിലേക്ക് അങ്ങ് വരുന്ന സമയത്ത് കാർ ഇടിക്കാൻ വേണ്ടി നോക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ CKC കാറിൽ നിന്നും ഇറങ്ങിയിട്ട്, ആരാടോ, എന്തിനാണ് രാവിലെ തന്നെ ചാവാൻ വേണ്ടി ഇറങ്ങിയിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുകയാണ്. അപ്പോൾ ഗൗതമും നിധിയും പുറത്തേക്ക് ഇറങ്ങിയിട്ട്, എന്ത് പറ്റി CKC, ഒന്ന് പേടിച്ചു പോയോ എന്ന് ചോദിക്കട്ടോ. ഓ, നിങ്ങളായിരുന്നോ? അല്ല CKC, ഇപ്പോൾ ഞങ്ങൾ വാങ്ങാൻ ഉദ്ദേശിച്ച ആ സ്ഥലം വാങ്ങി സോമശേഖരനെ കയ്യിലാക്കിയിട്ട് ആ സ്ഥലം വാങ്ങാൻ വേണ്ടി നിങ്ങൾ ഉദ്ദേശിച്ചു എന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലായി. ഓ, നിങ്ങൾ അത് അറിഞ്ഞോ? ഞാനാണ് ആ സ്ഥലം വാങ്ങാൻ വേണ്ടി പോകുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ മനസ്സിലായി. നിങ്ങൾ തന്നെയല്ലേ ഇപ്പോഴും എനിക്ക് തടയിടാൻ ഓരോന്നും ചെയ്യാറുള്ളത്. പക്ഷേ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കും, ഇത് ബിസിനസ് പോലെയല്ല. ഇത് ഒരു നല്ല കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇക്കാര്യം ചെയ്യാൻ വേണ്ടി പോകുന്നത്. ആ സമയത്ത് നിങ്ങൾ എന്തിനാണ് വെറുതെ സോമശേഖരനെ ഭീഷണിപ്പെടുത്തി ആ സ്ഥലം വാങ്ങാൻ വേണ്ടി നോക്കുന്നത്? ബിസിനസ്സിൽ എന്നെ തകർക്കാൻ വേണ്ടി നിങ്ങൾ പല ഉടായ്പകളും ഇറക്കിയിട്ടുണ്ട്. പക്ഷേ ഇത് അതുപോലെയല്ലല്ലോ. ഇതൊരു നല്ല കാര്യത്തിന് വേണ്ടിയിട്ടല്ലേ. എന്തിനാണ് നിങ്ങൾ വെറുതെ തടസ്സമായി നിൽക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ നിധിയും ഗൗതമും അങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിച്ചതോടുകൂടി CKC അങ്ങ് പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറയണേ, ഗൗതം, ഒരു കാര്യം മനസ്സിലാക്കണം. നീ എന്ത് തന്നെ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടോ അതിനൊക്കെ എതിർത്ത് ഞാൻ എപ്പോഴും നിന്നോടൊപ്പം ഉണ്ടാവും. ഇതിപ്പോൾ സോമശേഖരന് നിങ്ങൾക്ക് ആ സ്ഥലം തരാൻ താല്പര്യമില്ലാത്തത് ഞങ്ങളുടെ പ്രശ്നമല്ലല്ലോ എന്ന് പറയുമ്പോൾ CKC, നിങ്ങൾ എന്നെ പൊട്ടനാക്കാനൊന്നും നോക്കണ്ട. നിങ്ങൾ സോമശേഖരനെ ഭീഷണിപ്പെടുത്തിയിട്ടാണ് ആ സ്ഥലം വാങ്ങാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. സോമശേഖരൻ ഒരു നല്ല മനുഷ്യനാണ്. ഞങ്ങൾ ആ സ്ഥലം ഇങ്ങനെ ഒരു നല്ല കാര്യത്തിനാണ് ഉപയോഗിക്കുന്നത് എന്ന് കേട്ടപ്പോൾ അദ്ദേഹം ആ സ്ഥലം മാർക്കറ്റ് റേറ്റിനേക്കാളും എത്രയോ വില കുറച്ചാണ് ഞങ്ങൾക്ക് തരാൻ നിന്നത് എന്ന് പറയട്ടോ. അപ്പോൾ CKC പറയണേ, അതൊന്നും എനിക്ക് അറിയേണ്ട ആവശ്യമില്ല. എന്തായാലും ഗൗതം, ഒരിക്കലും നിനക്ക് ആ സ്ഥലം കിട്ടാൻ പോകുന്നില്ല. ആ സ്ഥലം ഞാൻ എൻ്റെ പേരിൽ സ്വന്തമാക്കിയിരിക്കും എന്ന് പറയുമ്പോൾ CKCയെ ഗൗതമം വെല്ലുവിളിക്കാണ്. ഇല്ല, ഒരിക്കലും നിനക്ക് ആ സ്ഥലം കിട്ടില്ല. ഞാൻ ആ സ്ഥലം എന്ത് വില കൊടുത്തും സ്വന്തമാക്കിയിരിക്കും എന്ന് പറഞ്ഞ് CKCയെ വെല്ലുവിളിച്ചുകൊണ്ടാണ് നിധിയും ഗൗതമും അവിടെ നിന്നും പോകുന്നത്. പിന്നീട് നിധി നേരെ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുകയാണ് നിർമ്മലയെ കാണാൻ വേണ്ടി. എന്നിട്ട് നിർമ്മലയോട് കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ്. ഞാനും ഗൗതമും വരുന്ന സമയത്ത്
ആ CKCയെ കണ്ടിരുന്നു. അയാളിപ്പോൾ ഒരു വലിയ പ്രശ്നമാണ് ഉണ്ടാക്കി വച്ചിരിക്കുന്നത്. ഞങ്ങൾ ആ സോമശേഖരൻ്റെ സ്ഥലം വാങ്ങി അവിടെ ഒരു അനാഥാലയം ഉണ്ടാക്കണമെന്നുള്ള കാര്യം അമ്മയോട് പറഞ്ഞിരുന്നില്ലേ? അതിനിപ്പോൾ അയാൾ ഒരു തടസ്സമായിട്ട് നിൽക്കുകയാണ്. അയാളിപ്പോൾ ആ സ്ഥലം സോമശേഖരനെ ഭീഷണിപ്പെടുത്തി സ്വന്തമാക്കാൻ നോക്കുകയാണ് എന്നൊക്കെ പറയട്ടോ. അത് കേട്ടപ്പോൾ നിർമ്മല പറയണേ, നിങ്ങൾ ഒരിക്കലും വിട്ടുകൊടുക്കരുത്, ഒരിക്കലും CKC ജയിക്കാൻ നിങ്ങൾ സമ്മതിക്കരുത്, അയാൾ ഒരിക്കലും ജയിക്കരുത്. എൻ്റെ മോനെ എത്രയായി ഉപദ്രവിക്കുന്നു, ഇത്രയും കാലം എന്നെ ഉപദ്രവിച്ചു, അതും പോരാഞ്ഞിട്ട് ഇപ്പോൾ എൻ്റെ മോനെയാണ് അയാൾ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ പറയാണ്. അങ്ങനെ പെട്ടെന്ന് CKCയുടെ കാര്യം പറയുന്ന സമയത്ത് നിർമ്മയ്ക്ക് വല്ലാത്ത ദേഷ്യം വന്നിട്ട് സംസാരിക്കുകയാണ്. പെട്ടെന്നാണ് നിർമ്മലയ്ക്ക് അസുഖം കൂടുന്നത്. അങ്ങനെ നിർമ്മലയുടെ വായിൽ നിന്നും മൂക്കിൽ നിന്നൊക്കെ രക്തം വരിക കേട്ടോ. അത് കണ്ടപ്പോൾ നിധിക്ക് വല്ലാത്ത പേടിയാവുകയാണ്. അങ്ങനെ നിധി നേഴ്സ് എന്ന് പറഞ്ഞ് വിളിക്കുക കേട്ടോ. അപ്പോൾ നേഴ്സ് വന്നിട്ട് പരിശോധിച്ച ശേഷം പറയണേ, ഞാൻ ഡോക്ടറെ വിളിക്കാമെന്ന് പറയണം. അങ്ങനെ നിർമ്മലയെ പെട്ടെന്ന് തന്നെ പരിശോധനയൊക്കെ കാര്യമൊക്കെ നടത്തണം. അപ്പോൾ BP കൂടിയതാണ്, പേടിക്കണ്ട എന്നൊക്കെ നിധിയോട് പറയട്ടെ. അപ്പോൾ നിർമ്മല ഇങ്ങനെ പറയുന്നുണ്ട്. ആ സമയത്ത് എനിക്ക് CKCയെ കുറിച്ച് ഒരു കാര്യം നിന്നോട് പറയാനുണ്ട് നിധി എന്നിങ്ങനെ പറഞ്ഞിട്ടാണ് കേട്ടോ വെപ്രാളം പിടിക്കുന്നത്. ഇങ്ങനെ നിർമ്മലയെ പരിശോധിച്ച ശേഷം ഡോക്ടർ പോയി കഴിഞ്ഞ് നിധി പറയാണ്, അല്ല എന്നോട് നിർമ്മലാൻറ്റി എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞില്ലേ, ആ CKCയെ കുറിച്ചുള്ള രഹസ്യം അത് എന്താണ് എന്ന് ചോദിക്കുമ്പോൾ നിർമ്മല പതർച്ചയോട് കൂടി ബുദ്ധിമുട്ടിയിട്ടാണെങ്കിലും നിർമ്മല പറയണേ, ഗൗതമിൻ്റെ അച്ഛനാണ് അയാൾ. എന്നെ ഇഷ്ടമാണെന്നും എന്നെ കല്യാണം കഴിക്കാൻ ആഗ്രഹമുണ്ടെന്നും ഒക്കെ പറഞ്ഞ് എന്നെ അയാൾ സ്നേഹിച്ച് ചതിച്ച് ഒരു കുഞ്ഞിനെ സമ്മാനിച്ച ശേഷമാണ് അയാൾ കടന്നു കളഞ്ഞത് എന്നൊക്കെ വിശദമായിട്ട് തന്നെ നിധിയോട് നിർമ്മല പറഞ്ഞു കൊടുക്കാണ്ടോ. അത് കേട്ടതോടുകൂടി പെട്ടെന്നങ്ങ് ഷോക്കായി പോവാണ്. നിർമ്മല പറഞ്ഞ ആ രഹസ്യം കേട്ടതോടുകൂടി CKCയാണ് ഗൗതമിൻ്റെ അച്ഛൻ എന്നുള്ള ആ സത്യം അറിഞ്ഞതോടുകൂടി നിധി പെട്ടെന്നങ്ങ് ഞെട്ടിപ്പോവാട്ടോ. എന്താണ് നിർമ്മലാമ്മേ നിങ്ങൾ പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ, അതേ മോളെ, ഗൗതമിൻ്റെ അച്ഛൻ ആ മഹാബാബിയാണ്, ആ CKCയാണ് എന്നുള്ള കാര്യം വിശദമായി നിർമ്മല പറഞ്ഞു കൊടുത്തതോടുകൂടി നിധി പെട്ടെന്നങ്ങ് ഷോക്കായി നിൽക്കണം. എന്നിട്ട് നിർമ്മല പറയണേ, ഞാൻ ഗർഭിണിയാണെന്ന് മനസ്സിലാക്കിയ ഉടനെ തന്നെ ഞാൻ CKC വിളിച്ചതാണ്. എന്നിട്ട് അയാളോട് ഞാൻ കാര്യം പറഞ്ഞതാണ്. ഞാൻ ഗർഭിണിയാണെന്നുള്ള കാര്യം കേട്ടതോടുകൂടി അയാൾ അങ്ങ് പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറയാണ്, ഞാൻ നിന്നെ കല്യാണം കഴിക്കാനൊന്നും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല, എൻ്റെ വിവാഹം ഓൾറെഡി നിശ്ചയിച്ചതാണ്, എൻ്റെ മുതലാളിയുടെ മകളെയാണ് ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്നത്. എന്നിട്ട് നാളെ ഞാൻ ഒരു മുതലാളിയാവാനാണ് പോകുന്നത്, അല്ലാതെ നിന്നെ കല്യാണം കഴിച്ചിട്ട് എനിക്ക് എന്ത് പ്രയോജനമാണുള്ളത്? ഞാൻ നീയുമായിട്ട് ഒരു സമയം ചെലവഴിച്ചതാണ്, അല്ലാതെ നിന്നെ ഞാൻ കല്യാണം കഴിക്കാനൊന്നും ആഗ്രഹിച്ചിട്ടില്ല. അപ്പോൾ നമ്മുടെ കുഞ്ഞാണിത്, അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? കല്യാണം കഴിക്കാതെ തന്നെ ഞാൻ ഗർഭിണിയാണ് എന്ന് അറിഞ്ഞാൽ എൻ്റെ പാർവതി എന്നെ എന്ത് ചെയ്യുമെന്ന് അറിയില്ല. എൻ്റെ കൂട്ടുകാരി പാർവതി അറിഞ്ഞാൽ അവൾ ആകെ ഷോക്കായി പോവും. നിങ്ങൾ എന്നെ കൈവിട്ട് കളയരുത് എന്ന് പറയുമ്പോൾ, അതിന് ഞാനൊരു വഴി പറഞ്ഞു തരാം. നീ ഇപ്പോൾ ഗർഭിണിയാണെന്നല്ലേ പറഞ്ഞത്, എങ്കിൽ നീ ആ കുഞ്ഞിനെ അങ്ങ് കളഞ്ഞേക്ക് എന്നാണ് അയാൾ എന്നോട് പറഞ്ഞത്. എന്താണ് നിങ്ങൾ ഈ പറയുന്നത്? നമ്മുടെ കുഞ്ഞാണ്, ഈ കുഞ്ഞ് എന്ത് തെറ്റാണ് ചെയ്തത് എന്ന് ചോദിക്കുമ്പോൾ, നീയല്ലേ പറഞ്ഞത് കല്യാണം കഴിയുന്നതിൻ്റെ മുന്നേ ഗർഭിണിയായാൽ നാട്ടുകാരെന്ത് പറയും, നിൻ്റെ കൂട്ടുകാരി എന്ത് പറയുമെന്ന്? അതിനുള്ള മാർഗമാണ് ഞാൻ പറഞ്ഞു തന്നത്. ആ കുഞ്ഞിനെ അങ്ങ് കളഞ്ഞേക്ക്, അല്ലാതെ നിന്നെ വിവാഹം കഴിക്കാനൊന്നും എനിക്ക് സമയമില്ല, എന്നെ അതിന് കിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് CKC അവിടെ നിന്നും പോകുന്നത്. അപ്പോൾ ഇക്കാര്യങ്ങളെല്ലാം തന്നെ വിശദമായി നിധിക്ക് നിർമ്മല പറഞ്ഞു കൊടുക്കാണ്ട്. അത് കേട്ടതോടുകൂടി നിധി തരിച്ചു നിൽക്കുകയാണ്. ഈ സമയം ശിവാനി വീണ്ടും പണത്തിന് വേണ്ടിയിട്ട് രേണുകയോട് വഴക്കുണ്ടാക്കുകയാണ്. അപ്പോൾ രേണുകയോട് പറയണ്, അമ്മേ, നിങ്ങളുടെ ഭർത്താവ് ഇവിടെ എങ്ങാനും പണമോ സ്വർണമോ അങ്ങനെ എന്തെങ്കിലും ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടാവും, നമുക്കതൊന്ന് തിരഞ്ഞു നോക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അശോകൻ്റെ അലമാരയൊക്കെ തിരഞ്ഞു നോക്കുകയാണ്. അപ്പോൾ രേണുക പറയണേ, നീ എത്ര തന്നെ തിരഞ്ഞിട്ടും കാര്യമില്ല, അശോകേട്ടൻ അതൊന്നും തന്നെ ഇവിടെ വെച്ചിട്ടുണ്ടാവില്ല, അഥവാ വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ചന്ദ്രികയുടെ കസ്റ്റഡിയിലാവും, അങ്ങേര് ചന്ദ്രികയെ ഏൽപ്പിച്ചിട്ടുണ്ടാവും, അതുകൊണ്ട് നീ ഇവിടെ കിടന്ന് എത്ര തിരഞ്ഞിട്ടും കാര്യമില്ല. ഈ ഞാൻ പറയുന്നത് പോലെ പ്രണവിനെ കണ്ട് നയത്തിൽ സംസാരിക്കുക, ചെയ്ത തെറ്റുകളൊക്കെ അവനോട് ഏറ്റുപറഞ്ഞ് അവൻ്റെ മുന്നിൽ അഭിനയിക്കുക, അതാണ് ഇനി ഏറ്റവും നല്ല മാർഗം എന്ന് പറയുമ്പോൾ, അമ്മേ, എനിക്ക് നല്ല ഭ്രാന്ത് വരുന്നുണ്ട്, എനിക്കിപ്പോൾ അത്യാവശ്യമായിട്ട് പണം കിട്ടിയേ മതിയാവൂ, എനിക്കിപ്പോൾ തലയ്ക്ക് ഭ്രാന്ത് കയറുന്നു എന്ന് പറഞ്ഞ് ഒരു ഭ്രാന്തിയെ പോലെ ശിവാനി പെരുമാറുകയാണ് കേട്ടോ. അപ്പോൾ രേണുക പറയണേ, എനിക്ക് എന്താണ് ശിവാനി പറ്റിയത്? നിന്നോടല്ലേ ഞാൻ പറഞ്ഞത് ഇവിടെ പണമില്ല എന്ന്? നിനക്ക് അറിയാവുന്ന കാര്യമല്ലേ, ഞാൻ പറയുന്നത് പോലെ നീ ചെയ്യാൻ നോക്ക്, അങ്ങനെയാണ് നിനക്കിനി പ്രണവിൻ്റെ ജീവിതത്തിലേക്ക് വീണ്ടും പോവാൻ കഴിയൂ, അല്ലാതെ നീ നിധിയെ ഇല്ലാതാക്കാൻ വേണ്ടി ഗുണ്ടകൾക്ക് കുറേ പൈസ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കിടന്ന് തപ്പിയിട്ടൊന്നും ഒരു കാര്യവുമില്ല. അതെങ്ങാനും പ്രണവും ഗൗതമൊക്കെ അറിഞ്ഞാൽ പിന്നെ നിനക്ക് ഈശ്വരമംഗലത്തേക്ക് കാലെടുത്ത് കുത്താൻ പോലും കഴിയില്ല. നിന്റെ ഈ പ്രവൃത്തി കൊണ്ട് ഓരോ
ദിവസവും പ്രണവിൻ്റെ മനസ്സിൽ നിന്നോട് വെറുപ്പ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. നീ നിധിയെ എന്തെങ്കിലും ചെയ്യാൻ ഉദ്ദേശിച്ചാൽ, ഗുണ്ടകളെ വെച്ച് നീ എന്തെങ്കിലും നിധിയെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം പ്രണവ് അറിയും. അതോടുകൂടി നിന്റെ കാര്യത്തിൽ ഒരു തീരുമാനവുമാവും. അതുകൊണ്ട് അമ്മ പറയുന്നത് നീ അനുസരിക്ക്. അമ്മ എന്നെ ഉപദേശിക്കാൻ നിൽക്കണ്ട. ഞാൻ പറയുന്നത് പോലെ അമ്മ അങ്ങ് അനുസരിച്ചാൽ മതി എന്ന് പറഞ്ഞ് ഒരു ഭ്രാന്തിയെ പോലെ ശിവാനി പെരുമാറാണ്. പെട്ടെന്നാണ് ശിവാനിക്ക് രേണുകയുടെ കഴുത്തിലുള്ള ആ മാല ശ്രദ്ധയിൽപ്പെടുന്നത്. അങ്ങനെ, അല്ല, ഞാനിപ്പോൾ സ്വർണത്തിനും പണത്തിനും വേണ്ടി തേടി നടക്കുകയല്ലേ? എന്തിനാണ് ഞാൻ മറ്റുള്ളിടത്ത് തേടുന്നത്? അമ്മയുടെ കഴുത്തിലല്ലേ ഒരു മാല കിടക്കുന്നത്? ആ മാല ഇനി തന്നാൽ മതി. എടി ശിവാനി, നീ വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കേണ്ട. ഇതെൻ്റെ താലിമാലയാണ്. നിന്റെ താലിമാല കിട്ടാൻ വേണ്ടി എൻ്റെ താലിമാല നശിപ്പിക്കുന്നു. നീ ഇത് തൊട്ട് കഴിഞ്ഞാൽ നിന്നെ പിന്നെ ഞാൻ എന്താണ് ചെയ്യുക എന്ന് പറയാൻ പോലും കഴിയില്ല. നീ എൻ്റെ മറ്റൊരു മുഖം നീ കാണേണ്ടി വരും. ഈ മാലയിലൊന്നും തൊടാൻ നിന്നെ ഞാൻ സമ്മതിക്കില്ല. എന്തിനാണ് അമ്മയ്ക്ക് ഈ താലിമാല? നിങ്ങളുടെ ഭർത്താവ് എന്ന് പറയുന്ന ആൾ നിങ്ങളെ ഇതുവരെയും എന്തിനെങ്കിലും സ്നേഹിച്ചിട്ടുണ്ടോ? എപ്പോഴും എന്ത് കാര്യവും ആ ചന്ദ്രികയല്ലേ ഏൽപ്പിക്കാറുള്ളത്. പിന്നെ എന്തിനാണ് അമ്മ അയാൾ കെട്ടിയ താലി ഇങ്ങനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് നടക്കുന്നത്? നീ കൂടുതൽ വാചകം അടിക്കൊന്നും വേണ്ട. എൻ്റെ കഴുത്തിലുള്ള താലിമാല ഞാൻ എന്തായാലും നിനക്ക് തരാൻ പോകുന്നില്ല. നീ അങ്ങ് മാറി നിൽക്ക് ശിവാനി എന്ന് പറഞ്ഞ് ദേഷ്യത്തിൽ രേണുക ശിവാനിയോട് സംസാരിച്ചിട്ടാണ് പോകുന്നത്.